ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കുന്ന ഒരു കറിയാണ്. മത്തങ്ങ കൊണ്ട് പുളിങ്കറി. വളരെ എളുപ്പത്തിൽ അത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം ഈ മത്തങ്ങ കേട്ടോ. എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായ മത്തങ്ങയാണ്. പ്രാവശ്യം ഉണ്ടായത് നല്ല വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ മത്തങ്ങ കുട്ടനെ ഇന്ന് മുറിക്കാം. ഇത് എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മുറിക്കാൻ പറ്റുന്നില്ല, നല്ല വലിപ്പമുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇന്ന് മുറിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഇത് മുറിക്കുന്നത് കേട്ടോ. ആഹാ, നല്ല സൂപ്പർ മത്തങ്ങ കേട്ടോ, കണ്ടോ? പകുതി മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലായിടത്തും നല്ല മഴയായിരിക്കും അല്ലേ? ഇവിടെയും നല്ല മഴയാണ്. ഞാനിന്ന് മത്തങ്ങ പുളിങ്കറി വെക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ മത്തങ്ങ ഇവിടെ ഉണ്ടായത് പൊട്ടിച്ച് മുറിച്ചൊക്കെ വെച്ചല്ലോ. അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. മത്തങ്ങ അങ്ങനെ ഒരു 1/2 കിലോ കൂടുതലുണ്ടാവും എന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഇവിടെ ഉണ്ടായത് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ലല്ലോ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു 15 ചെറിയുള്ളി 2ആയി അരിഞ്ഞത്, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, 3 വറ്റൽമുളക്. അപ്പോൾ നമുക്കിനി മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈ പുളിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചൊരു തക്കാളി ഉണ്ടല്ലോ, അതിടാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്നും അല്പം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് 3 എടുത്തതൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി മത്തങ്ങ വേവുന്നതിന് ആവശ്യമായി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നാൽ മാത്രം മതി കേട്ടോ, ഇല്ലെങ്കിൽ മത്തങ്ങ വെന്തുടഞ്ഞു പോകും. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് വരുമ്പോഴേക്കും നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ സ്റ്റീമൊക്കെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മത്തങ്ങ എങ്ങനെയായി എന്നൊന്ന് നോക്കാം. മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, ഉലുവയുടെ പൊടി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ
ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കാൻ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള മത്തങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയല്ലേ ഇത്. വളരെ ടേസ്റ്റിയുമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഈസിയായി നമ്മൾ ഈ മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കി എടുത്തില്ലേ. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.